വീണ്ടും ആത്മഹത്യകൾ തന്നെയാണ് പെരുകുന്നത്. പ്രത്യേകിച്ച് ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്ത ഏറ്റവും ദുഃഖകരമായി മാറുന്നതും ഈ വാർത്ത തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഓരോ വാർത്ത പുറത്തു വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അതൊരു വേദനയായി തന്നെയാണ് മാറുന്നത്. ബാംഗ്ലൂരുവിൽ അത്യാഡംബര വിവാഹത്തിന് പിന്നാലെ സ്ത്രീധനത്തിന്റെ പേരിലുണ്ടായ തർക്കത്തിനിടെ നവവധു ജീവനൊടുക്കിയ കേസിൽ വമ്പൻ ടിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീധന പീഡന ആരോപണ വിധേയനായ ഭർത്താവിനെ മഹാരാഷ്ട്രയിലെ ഹോട്ടലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിഥികളുടെ സത്കാരത്തിന് മാത്രം 50 ലക്ഷം രൂപ മുടക്കി വിവാഹം കഴിച്ച രാമമൂർത്തി നഗർ സ്വദേശിനിയായ ഗായിക ജാൻവിയുടെ മരണം ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനത്തിന് ഇരയാക്കിയിരിക്കുന്നതും ഇതേ സംഭവം തന്നെയാണ് എന്ന് പറയാം. എല്ലാവരും വളരെയധികം തന്നെ ചിന്തിക്കുകയാണ് ഈ ഒരു സംഭവത്തെപ്പറ്റി. ജാൻവിയുടെ മരണത്തിന് പിന്നാലെ ഭർത്താവും മാതാവും നാട് വിട്ടിരുന്നു. നാഗ്പൂരിലേക്കാണ് ഇരുവരും കടന്നത്. ഇതിനു പിന്നാലെയാണ് ഭർത്താവിനെ മരിച്ച നിലയിൽ അമ്മയെ ഗുരുതരാവസ്ഥയിലും കണ്ടത്. സൂരജിന്റെ അമ്മ ജയന്തിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒക്ടോബർ 29-നാണ് രാമമൂർത്തി നഗർ സ്വദേശിയായ ഗായിക ജാൻവി സൂരജിനെ വിവാഹം കഴിക്കുന്നത്. ജീവിതം തുടങ്ങും മുൻപേ അടി തുടങ്ങിയിരുന്നു. കുടുംബങ്ങൾ ഇടപെട്ട് ഇരുവരെയും ശ്രീലങ്കയിലേക്ക് ഹണിമൂണിന് വിട്ടെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലെത്തിയ ജാൻവി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചിരുന്നു. പാലസ് ഗ്രൗണ്ടിൽ നടത്തിയ വിവാഹ സത്കാരത്തിന് മാത്രം ജാൻവിയുടെ കുടുംബം 50 ലക്ഷം രൂപ മുടക്കിയിരുന്നു. ഭർത്താവ് സൂരജിന്റെയും കുടുംബത്തിന്റെയും സ്ത്രീധന പീഡനമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം പോലീസ് പരാതി നൽകി. പുറകെ സൂരജും അമ്മ ജയന്തിയും ഒളിവിൽ പോയി. സമൂഹ മാധ്യമങ്ങളിൽ സൂരജിനും കുടുംബത്തിനുമെതിരെ ആക്രമണങ്ങളും വിമർശനങ്ങളും കടുത്തുവരികയാണ് എന്ന് തന്നെ പറയാം. ഇന്ന് രാവിലെയാണ് സൂരജിനെ പൂനെയിലെ ഹോട്ടലിലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കൂടെ ജീവനൊടുക്കാൻ ശ്രമിച്ച അമ്മ ജയന്തി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇരുവർക്കുമെതിരെ സ്ത്രീധന പീഡന നിരോധന നിയമമുണ്ട്. ആത്മഹത്യ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഭർത്താവിൽ നിന്നും ഭർതൃ വീട്ടുകാരിൽ നിന്നുണ്ടായ ക്രൂരപീഡനമാണ് മകളും ആത്മഹത്യക്ക് കാരണമെന്ന് പിതാവ് ശശി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മാതാപിതാക്കളെല്ലാം കഴിഞ്ഞതിനു ശേഷം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായി തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നും പരിശോധിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വേദന ഏറ്റവും കൂടുതൽ കടിച്ചമർത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കല്യാണം കഴിച്ചയച്ച മക്കൾ സുഖമായിരിക്കണമെന്നും അവർ സന്തോഷമായിരിക്കണമെന്നും ആഗ്രഹിച്ച് ആർഭാടത്തോടെ വിവാഹം നടത്തുന്നു. എന്നിട്ടും സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് വീട്ടുകാർ ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു. ആ പീഡനം കാരണം വീട്ടിലേക്ക് തിരികെ പോലും വരാനാകാതെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ ഇത് നടക്കുന്ന സംഭവവും അത് വളരെയധികം കൂടുതൽ നടക്കുന്ന ഒരു സംഭവമായി മാറുകയാണെന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും അത് അറിയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് തന്നെ വളരെ നന്നായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന സംഭവമായതുകൊണ്ടാണ്. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ഭയമായിരിക്കുന്നു. അവിടെ ചെന്നാൽ എന്താണ് സംഭവിക്കുക, അവർ നമ്മളോട് എന്തൊക്കെ തുറന്നു പറയും, അതുപോലും അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.